രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയം 162ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ രാധയുടെ പ്രണയം ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയം, ബുധനാഴ്ച ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്സാണ്, വ്യാഴാഴ്ച അഷ്ടപതി, വെള്ളിയാഴ്ച ദിവസമാണ് നിങ്ങൾക്ക് സൗന്ദര്യ ലഹരിയുടെ ക്ലാസ് ലഭിക്കും. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കൊല്ലത്ത് എൻ്റെ അടുത്ത് വന്ന് ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്ന് പഠിക്കാവുന്നതാണ്. ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിനകത്ത് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം നിങ്ങളത് കേൾക്കുക. നിങ്ങൾക്ക് ജ്യോതിഷപരമായ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. നിങ്ങൾ പ്ലേലിസ്റ്റ് അങ്ങോട്ട് എടുക്കുക. പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഷ്ടാവക്ര ഗീതയുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, സന്ദർശിക്കേണ്ട ക്ഷേത്രമുണ്ട്, രാധാ സഹസ്രനാമം ഇട്ടിട്ടുണ്ട്, അതിന് തുല്യമായ രാധാ മാനസതന്ത്രമുണ്ട്. അതേ കണക്ക് തന്നെ രാധികാ കവചം 2 ഉണ്ട്. 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അത് കേൾക്കുക. പിന്നെ കൃഷ്ണൻ്റെ പുനരവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ നിരവധി റിസർച്ച് നടത്തിയാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കുക. പിന്നെ നിരവധി ഷോർട്ട് വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ ഷോർട്ട് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ ദിവസവും രാവിലെ 5:30 മണിയാകുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് മോർണിംഗ് മെസ്സേജ് കിട്ടും. ഒരു ദിവസം നല്ല ഊർജത്തോടു കൂടി ആരംഭിക്കാം. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമ. ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ओ राधे राधे. बरसाने वाली राधा रानी की जय. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക്
ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് രാധയുടെ പ്രണയം. ഓർമ്മിക്കുക, കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്. ദയവ് ചെയ്ത് നിങ്ങളത് കാണണേ. അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ എൻ്റെ 96453339 നിങ്ങൾ അയച്ചാൽ മതി. അതേ കണക്ക് തന്നെ എല്ലാ പ്രേക്ഷകരും കാണണം. ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു. പിന്നെ അച്ഛ മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഈ വീഡിയോകൾ നിങ്ങൾ കാണണം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പോൾ തുടങ്ങാം. ഇന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ നല്ലൊരു പങ്ക് ആൾക്കാരുടെയും നിരന്തരമായുള്ള ഒരാവശ്യത്തിൻ്റെ ആഗ്രഹ സഫലീകരണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു നല്ലൊരു പങ്ക് ആൾക്കാരും എന്നോട് ചോദിക്കും, സാറേ പ്രധാനപ്പെട്ട രാധാറാണിയുടെ ക്ഷേത്രങ്ങളുടെ ഒരു ലിസ്റ്റ് തരാമോ സാറേ? ഏറ്റവും പ്രധാനപ്പെട്ട രാധാറാണിയുടെ ക്ഷേത്രത്തിൻ്റെ ഒരു ലിസ്റ്റ് തരുമോ? ഞങ്ങൾക്ക് അവിടെ എല്ലാം പോയി തൊഴണം സാറേ. ഈ ഭൂമിയിൽ ഞങ്ങൾ ജനിച്ചു, അപ്പോൾ രാധാഭക്തരുമാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് രാധാറാണിയുടെ ക്ഷേത്രം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോയി ഞങ്ങൾക്ക് തൊഴണം. അതുകൊണ്ട് ആ ക്ഷേത്രങ്ങളെക്കുറിച്ചൊരു വിവരണം അതെന്താണ് എന്ന് സാറൊന്ന് പറഞ്ഞു തരുമോ എന്നാണ് അവർ ചോദിച്ചത്. അതനുസരിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് 3 ദിവസം മുമ്പും എന്നെ കുറേ പേര് വിളിച്ചു, സാറേ എവിടെയൊക്കെയാണ്, ഞങ്ങളുടെ ആഗ്രഹമാണ്. ഞങ്ങൾ ഒരു കാരണവശാലും എന്താ പറയേണ്ടത്, സാറിൻ്റെ ഇതിലൂടെയാണ് രാധാറാണിയെ അറിയുന്നത്. ഇപ്പം ഞങ്ങൾ കറതീർന്ന രാധാഭക്തരാണ്. അപ്പം ഞങ്ങൾക്ക് രാധാറാണിയുടെ ക്ഷേത്രം എവിടെ ഉണ്ടെങ്കിലും വേണം, ഏത് ഭാഗത്തുണ്ടെങ്കിലും വേണം, ഞങ്ങൾക്ക് പോയി കാണണം. ആദ്യമേ ഞാൻ പറയട്ടെ, എല്ലാ സ്റ്റേറ്റിലും ഇസ്കോണിന് ക്ഷേത്രമുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ബാംഗ്ലൂർ പോയാലും എവിടെ പോയാലും ഇസ്കോണിന് ക്ഷേത്രമുണ്ട്. പക്ഷെ അവിടെയൊക്കെ കൃഷ്ണനാണ് പ്രാമുഖ്യം എന്ന് പറയുന്നത്. ഇസ്കോണിൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ കൃഷ്ണനാണ്. രാധാറാണിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ക്ഷേത്രങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ തരാൻ പോകുന്നത്. 1, രാധാ ജന്മസ്ഥലി ക്ഷേത്രം റാവേൽ. റാവേൽ എന്ന സ്ഥലത്തുള്ള രാധാ ജന്മസ്ഥലി ക്ഷേത്രം. രാധാ റാണി ജനിച്ച സ്ഥലമാണ് റാവേല്. നിങ്ങൾ വൃന്ദാവനത്തിൽ പോകുന്നവരല്ലേ, അപ്പോൾ അറിയാമല്ലോ. രാധാദേവി ജനിച്ച സ്ഥലമാണ് റാവേല്. അവിടെ യമുനാ നദി, ശാന്തമായി ഒഴുകുന്ന യമുനാ നദിയുടെ തീരത്ത്, ആ യമുനാ നദിയുടെ തീരത്തുള്ള കൊച്ചു ഗ്രാമമാണ് ശരിക്കും ആരെന്ന് പറയുന്നത്, രാധാറാണി ജനിച്ച റാവൽ എന്ന് പറയുന്ന സ്ഥലം. ആ യമുനാ നദിയുടെ തീരത്തുള്ള റാവലിലെ ആ കൊച്ചു ഗ്രാമത്തിൽ രാധാറാണിയുടെ ഒരു അതിമനോഹരമായ ക്ഷേത്രമുണ്ട്, അതിസുന്ദരമായ ക്ഷേത്രം. അവിടെ രാധാറാണിയുടെ ശൈശവ രൂപത്തിലുള്ള വിഗ്രഹമാണുള്ളത്. വളർന്ന രാധാറാണിയല്ല, കുട്ടിക്കാലത്തുള്ള രാധാറാണിയുടെ വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. അവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം രാധാഷ്ടമിയാണ്. രാധാഷ്ടമിയുടെ അന്ന് ഈ റാവേലി നിങ്ങളൊന്ന് ചെല്ലണം. ജനസമുദ്രമാണ്. ജനസമുദ്രം എന്ന് പറഞ്ഞാൽ ഒഴുകുകയാണ് ജനം. നിങ്ങൾ ജീവിതത്തിൽ എവിടെയും ഇങ്ങനെ കണ്ടു കാണത്തില്ല. നമ്മളിപ്പോൾ പ്രമുഖ ക്ഷേത്രങ്ങൾ പലതും നമ്മൾ പോയിട്ടുണ്ട് ഇല്ലേ. നമ്മൾ ഗുരുവായൂർ പോകുന്നുണ്ട്, ശബരിമലയിൽ പോകുന്നുണ്ട്. ശബരിമലയൊക്കെ 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ക്യൂ നിന്നാൽ ചിലപ്പം കാണാം. പക്ഷേ രാധാഷ്ടമിയുടെ അന്ന് പോയാൽ 16 17 മണിക്കൂറൊക്കെ ചിലപ്പോൾ നിങ്ങൾ ക്യൂ നിന്നാൽ പോലും വലിയ പാടാണ് അവിടെ എത്താൻ. അത്രയ്ക്ക് ഭയങ്കര ജനത്തിരക്കാണ്. അപ്പം നിങ്ങൾ കുറിച്ചു വെച്ചോ, ഇത് രാധാറാണിയുടെ ക്ഷേത്രങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർ കുറിച്ചു വെച്ചോ. നമ്പർ 1 രാധാ ജന്മസ്ഥലി ക്ഷേത്രം റാവേൽ, റാവേലിലുള്ള. രണ്ടാമത്തത് രാധാറാണി ക്ഷേത്രം ലാഡ്ലി മഹൽ ബർസാന എന്നാണ്. ലാഡ്ലി, ലാ ഡാൽഡാഡായിട്ട് ചന്ദ്രകല ലി. അപ്പോൾ എന്താ രണ്ടാമത്തെ ക്ഷേത്രം? രാധാറാണി ക്ഷേത്രം ലാഡ്ലി മഹൽ ബർസാന. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബർസാനയിലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വൃന്ദാവനത്തിൽ പോകുമ്പോൾ നടക്കും. വൃഷഭാനുപുരം എന്നതിൻ്റെ ലോപിച്ച രൂപമാണ് ബർസാന. വൃഷഭാനുപുരം എന്നതിൻ്റെ ലോപിച്ച രൂപമാണ് ബർസാന. ഏതാണ്ട് നമ്മുടെ മധുരയിലെ, മധുരയിൽ നിന്നും കൃഷ്ണന്റെ ജന്മസ്ഥലമായ, കൃഷ്ണന്റെ മധുര, ആ ജന്മസ്ഥലമായ മധുര,
ആ മധുരയിൽ നിന്നും ഏതാണ്ട് 25 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തിക്കഴിഞ്ഞു? ബർസാനയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു. ആ ബർസാനയിൽ അങ്ങോട്ട്, അതായത് ബർസാന എന്ന് പറയുന്നതും ഒരു കൊച്ചു ഗ്രാമമാണ്, അതിമനോഹരമായ ഗ്രാമമാണത്. അപ്പൊ നമ്മൾ ഏതാണ് എഴുതി വെച്ചോളേ? രാധാ റാണി ക്ഷേത്രം, ലാഡ്ലി മഹൽ, ബർസാന. അത് കാണാനായി നിങ്ങൾ നേരത്തെ പറഞ്ഞ ക്ഷേത്രവും ഇതൊക്കെ നിങ്ങൾക്ക് വൃന്ദാവനത്തിൽ പോകുമ്പോൾ പറ്റുന്നതാണ്. മധുരയിൽ നിന്ന് 25 കിലോമീറ്ററേ ഉള്ളൂ. ബ്രഹ്മപർവ്വതത്തിന്റെ മുകളിലാണ് ഈ വളരെ പ്രസിദ്ധമായ ലാഡ്ലി മഹൽ എന്നറിയപ്പെടുന്ന രാധാറാണി ക്ഷേത്രം. അപ്പൊ രാധാറാണി ക്ഷേത്രം, ഈ ലാഡ്ലി മഹൽ എന്ന ക്ഷേത്രം ഭയങ്കര പ്രസിദ്ധമാണ്. ഇത് ബ്രഹ്മപർവ്വതത്തിന്റെ മുകളിലായിട്ടാണ് ആ സ്ഥിതി ചെയ്യുന്നത് എന്ന് മാത്രവുമല്ല, രാധാറാണിയുടെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ രാധാറാണി ക്ഷേത്രം ഈ ലാഡ്ലി മഹൽ ബർസാനയാണ്. അപ്പൊ രാധാറാണിയുടെ ക്ഷേത്രത്തില് ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രം ലാഡ്ലി മഹൽ ബർസാനയാണെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. ഇവിടെ എന്താണ് ഏറ്റവും പ്രസിദ്ധമായ, അതായത് ഇവിടെ ആയിരുന്നു രാധാറാണിയുടെ കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്നത്. അപ്പൊ രാധാറാണിയുടെ, നിങ്ങൾ രാധയുടെ പ്രണയം കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ രാധാറാണിയുടെ കൊട്ടാരം സ്ഥിതി ചെയ്ത ആ സ്ഥലത്താണിത്. അപ്പൊ ഇവിടെയാണ് രാധാറാണിയുടെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമായ മാനഗഡ്, മയൂർകുടി തുടങ്ങിയ സ്ഥലങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ്. അപ്പോൾ നമ്മുടെ ഏതാണ് ലാഡ്ലി മഹൽ ബർസാന എന്ന ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് പ്രസിദ്ധമായിട്ടുള്ള മാനഗഡ്, മയൂർകുടി തുടങ്ങിയ സ്ഥലങ്ങൾ. ഇത് ശ്രദ്ധിച്ചു കേട്ടോളണം. ഹോളി വരും. ഹോളിയോടനുബന്ധിച്ച് നടക്കുന്ന ലാക്മർ ഹോളി വളരെ പ്രസിദ്ധമാണ്. ഹോളി സമയത്ത് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതൊരു പുതിയ അനുഭവമാണത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കോരിത്തരിപ്പിക്കുന്ന ഒരു അനുഭവം വേറെ നിങ്ങൾക്ക് ഉണ്ടായി കാണത്തില്ല. നമ്മളങ്ങ് ഭക്തിയിലും പിന്നെ സ്നേഹത്തിലും സന്തോഷത്തിലും ഒക്കെ അങ്ങ് മുഴുകിപ്പോകും. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് വളരെ പ്രസിദ്ധമായ മാനഗഡും മയൂർകുടിയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹോളിയോടനുബന്ധിച്ച് നടക്കുന്ന ലാക്മർ ഹോളി വളരെ പ്രസിദ്ധമാണ്. അതിമനോഹരമായ ഈ ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്രജമണ്ഡലം മുഴുവൻ കാണാൻ പറ്റും. വ്രജമണ്ഡലം മുഴുവൻ ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ കാണാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, ഇത് എവിടെയാണ്? പിന്നെ ബ്രഹ്മപർവ്വതത്തിന്റെ മുകളിലാണിത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്ന്. ഇനി അടുത്തത് ഏതാണെന്നറിയാമോ? രാധാകൃഷ്ണ ക്ഷേത്രം, പൊക്കാര. അത് നേപ്പാളിലാണ്. രാധാകൃഷ്ണ ക്ഷേത്രം പൊക്കാര അതെവിടാണ്? നേപ്പാളിലാണ്. അപ്പം നേപ്പാളിലെ അത് ഇവിടുന്ന് നിങ്ങൾക്ക് ഒന്നീ ഫ്ലൈറ്റിൽ കിട്ടും, അല്ലെങ്കിൽ ട്രെയിനുണ്ട്, ഗോരഖ്പൂർ ട്രെയിനുണ്ട്. ഗോരഖ്പൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്താണ് നിങ്ങൾക്ക് നേപ്പാളിലേക്ക് പോകാനായിട്ട് ട്രെയിനും ഉണ്ട്, ബസ്സും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അടുത്തത് എഴുതി വെച്ചോളണേ, കാണാൻ രാധാറാണിയുടെ ക്ഷേത്രം മുഴുവൻ കാണാൻ ആഗ്രഹിക്കുന്നവർ എഴുതി വെച്ചോളണം. മൂന്നാമത്തത് രാധാകൃഷ്ണ ക്ഷേത്രം പൊക്കാര, നേപ്പാളിലാണ്. അപ്പം നേപ്പാളിലെ പൊക്കാരയിലാണ് ഈ ക്ഷേത്രം. ഏതാണ്ട് 1008 അവസാനത്തിൽ, 1008-ാം ആണ്ടിൻ്റെ അവസാനത്തിൽ അന്നത്തെ മഹാരാജാവായിരുന്ന ശരൺ ദേവാചാര്യ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, 1008-ൽ തന്നെ മഹാരാജാക്കന്മാര് രാധാറാണിയെ ആരാധിച്ചിരുന്നു എന്ന്. ഇതിൽ പര ഒരു തെളിവെന്താ വേണ്ടതെന്ന് ആലോചിച്ച് നോക്കേ. ഇന്ന് ആളുകൾ പറയും എന്തേ രാധാറാണി, ചിലർ പറയുന്നത് കേൾക്കാം രാധാറാണി ഇതാ ഇപ്പം വന്ന ഒരു പ്രതിഭാസമാണെന്നൊക്കെ ചിലർ പറയും. അവർ കേൾക്കാനാ പറയുന്നത് 1008-ന്റെ അവസാനത്തില് മഹാരാജാവായ ശരൺ ദേവാചാര്യ നിർമ്മിച്ചതാണ്. അപ്പോൾ ഒരു മഹാരാജാവ് നിർമ്മിക്കണമെങ്കിൽ അന്ന് രാധാറാണിയിൽ അവർക്ക് എന്തുമാത്രം വിശ്വാസം ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾ ആലോചിക്കുക. ഇത് ഇവിടെ ക്ഷേത്രം മാത്രമാണോ? സാമൂഹികവും സാംസ്കാരികവും ആത്മീയവുമായ വളർച്ചയുടെ ഒരു കേന്ദ്രമായി ഇതങ്ങ് മാറി. ഈ രാധാകൃഷ്ണ ഭക്തർക്കിടയിൽ ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്.
രാധാറാണിയുടെ ഭക്തർക്കും കൃഷ്ണന്റെ ഭക്തർക്കും ഒന്നുപോലെ പ്രിയപ്പെട്ടതാണ് പൊക്കാര. നേപ്പാളിലെ പൊക്കാരയിലെ ക്ഷേത്രമെന്ന് പറയുന്നത്. അവിടം വർഷം മുഴുവനും വിവിധ സാംസ്കാരിക പരിപാടികൾ ഈ ക്ഷേത്രത്തിൽ നടത്തുന്നു. ഓർമ്മിക്കുക. അപ്പോൾ ഇത് വെറും ഒരു ക്ഷേത്രം മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. കലയുടെയും സംസ്കാരത്തിൻ്റെയും കേന്ദ്രമാണ്. ഇപ്പം നമ്മളിവിടെ വർക്കല ശിവഗിരി ഇല്ലേ? അപ്പോൾ ശിവഗിരിയിൽ എന്താ ചെയ്യുന്നത്? ഉത്സവത്തിന് ഗുരുദേവൻ പറയുന്ന കണക്ക് അവിടെ പല സാംസ്കാരികമായ സമ്മേളനങ്ങൾ നടത്തും. സമൂഹത്തിലെ പല വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തും. അങ്ങനെ സമൂഹത്തിലെ പല വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തും. എങ്ങനെ? വർഷം മുഴുവനും. വർക്കലയിൽ ഒരു പ്രത്യേക സമയത്തേ ഉള്ളൂ, ഇവിടെ അങ്ങനല്ല. വർഷം മുഴുവനും സാംസ്കാരികമായ ചർച്ച നടത്തും. അതാണ് ഈ പൊക്കാര, നേപ്പാളിലെ പൊക്കാര രാധാകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഓർമ്മിക്കണേ, രാധാറാണി ഇന്നും ഇന്നലെയും വന്ന പ്രതിഭാസമല്ല. 1008 പോലും രാജാക്കന്മാർ രാധാറാണിയുടെ പാദത്തെ കമന്ന് വീണ് പൂജിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇനി അടുത്തത് അതും ഏതാണ്? നേപ്പാളിലാണ്. നേപ്പാളിലെ സ്ക്വയറിൽ ഗോപിനാഥ ക്ഷേത്രമുണ്ട്. ഗോപിനാഥ ക്ഷേത്രം, ഭക്തപൂർ ദർബാർ. നേപ്പാളിലെ സ്ക്വയറിൽ ഗോപിനാഥ ക്ഷേത്രം, ഭക്തപൂർ ദർബാർ. എഴുതി വെച്ചോളേ. നേപ്പാൾ ഗോപിനാഥ ക്ഷേത്രം, ഭക്തപൂർ ദർബാർ സ്ക്വയർ. അതാണ് അതിൻ്റെ പേര്. ഗോപിനാഥ് ക്ഷേത്രം, ഭക്തപൂർ ദർബാർ സ്ക്വയർ എന്നാണ് അതിൻ്റെ പേര്. ഈ ക്ഷേത്രം പരമ്പരാഗതമായ നേപ്പാൾ ശൈലിയിലാണിത് പണിഞ്ഞിരിക്കുന്നത്. എന്താണ് പരമ്പരാഗതമായ നേപ്പാൾ ശൈലി? 2 മേൽക്കൂര കാണും. ആ 2 മേൽക്കൂരയുള്ള ശൈലിക്ക് പഗോഡ ശൈലി എന്നാണ് വിളിക്കുന്നത്. അപ്പം നേപ്പാളുകാർ ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ 2 മേൽക്കൂര ഉണ്ടായിരിക്കും. അതിന് പഗോഡ ശൈലി എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ വാതിലുകളിലും ജനലുകളിലും അതിമനോഹരമായ മരം, ആ മരം കൊണ്ടുള്ള കൊത്തുപണികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓർമ്മിക്കണേ, ഗോപിനാഥ ക്ഷേത്രം ഭക്തപൂർ ദർബാറാണ്. ഈ ക്ഷേത്രം പരമ്പരാഗതമായ നേപ്പാൾ ശൈലിയായ പരമ്പരാഗതമായ നേപ്പാൾ ശൈലി എന്താ? 2 മേൽക്കൂര. നമ്മുടെ ക്ഷേത്രത്തിന് 1 മേൽക്കൂരയല്ലേ ഉള്ളൂ, ഇതിന് 2 മേൽക്കൂരയുണ്ട്. അതിനെ പഗോഡ ശൈലി എന്ന് പറയും. പിന്നെ ക്ഷേത്രത്തിൻ്റെ വാതിലുകളിലും ജനലുകളിലുമൊക്കെ മനോഹരമായ മരം കൊണ്ടുള്ള കൊത്തുപണികൾ കാണാം. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ 2 സിംഹങ്ങളുടെ പ്രതിമയുണ്ട്. 2 സിംഹങ്ങളുടെ പ്രതിമ, പിന്നെ ഗരുഡന്റെ പ്രതിമ. ഇതൊക്കെ ഉൾക്കൊള്ളുന്ന തൂണ്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു തൂണുണ്ട്. ആ തൂണിൽ 2 സിംഹങ്ങളുടെ പ്രതിമ, പിന്നെ ഗരുഡന്റെ പ്രതിമയുമുണ്ട്. ഇവിടെ പ്രധാനമായും 3 മൂർത്തികളുണ്ട്. 3 മൂർത്തി. ഒന്ന് പിന്നെ ആരാണ്? രാധാറാണി. അത് പിന്നെ എടുത്തു പറയണ്ടല്ലോ. പിന്നെ ഉപമൂർത്തികളായിട്ട് സത്യഭാമയും കൃഷ്ണയും. അപ്പോൾ ഇവിടെ 3 പേരാണുള്ളത്. പ്രധാന മൂർത്തി രാധാറാണി, പിന്നെ സത്യഭാമയുണ്ട്, പിന്നെ കൃഷ്ണയുണ്ട്. മനസ്സിലായില്ലേ? കൃഷ്ണനല്ല, കൃഷ്ണ, ദ്രൗപദി, കൃഷ്ണയുണ്ട്. അപ്പോൾ ഇതിനകത്ത് വിഗ്രഹങ്ങൾ കല്ലിൽ കൊത്തിയതാണ് വിഗ്രഹങ്ങൾ. നവംബർ ഡിസംബർ മാസം അതിനവർ മങ്സീർ എന്നാണ് പറയുന്നത്. മങ്സീർ, നവംബർ ഡിസംബർ മാസം. അതായത് മങ്സീറിൽ ദേവതകളെ ഒരു പല്ലക്കിലാക്കി നഗരം മുഴുവൻ പ്രദക്ഷിണം ചെയ്യിക്കും. ദേവതകളെ ഒരു പല്ലക്കിലാക്കി നഗരം മുഴുവൻ പ്രദക്ഷിണം ചെയ്യും. അപ്പൊ രാധാഭക്തരെ, നിങ്ങൾ അവസാന ശ്വാസം എടുക്കുന്നതിന് മുമ്പ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ ദർശനം നടത്തിയിരിക്കണം. അപ്പൊ ആ ക്ഷേത്രം ഏതാണെന്ന് മനസ്സിലായല്ലോ, കുറിച്ചു വെച്ചോ. ഗോപിനാഥ ക്ഷേത്രം, ഭക്തപൂർ ദർബാർ സ്ക്വയർ, നേപ്പാള്. അവിടെ 3 മൂർത്തിയാണുള്ളത്. ആരാണ്? രാധാറാണി, സത്യഭാമ, പിന്നെ ആരാണ്? കൃഷ്ണ. ഇപ്പോൾ നമ്മൾ 4 ക്ഷേത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 5ാമത്തെ ക്ഷേത്രം നേപ്പാളിലെ പഠാൻ. ആ പഠാനിലെ കൃഷ്ണക്ഷേത്രം, അതായത് കൃഷ്ണക്ഷേത്രം പഠാൻ, നേപ്പാൾ. നേപ്പാളിൽ ഒരുപാട് രാധാറാണി ക്ഷേത്രം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിയുക. അതിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത് പഠാൻ ദർബാർ സ്ക്വയറിലാണിത്. അപ്പോൾ പഠാൻ ദർബാർ സ്ക്വയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ ഈ കൃഷ്ണക്ഷേത്രമാണ്. രാധാറാണിയുണ്ട്, അതറിയപ്പെടുന്നത് എങ്ങനെയാണ്? കൃഷ്ണക്ഷേത്രമാണ്. ഇത് 3 നിലകളിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 3 നിലകളിൽ.
ഇതിന് ശിഖാര ശൈലി എന്നാണ് വിളിക്കുന്നത്. ശിഖാര ശൈലി അതായത് 1ഉം 2ഉം നിലകളിലെ ബീമുണ്ട്. ആ ബീം അതിനകത്ത് കല്ലുകൊണ്ട് കൊത്തുപണികളുമാണ്. അപ്പോൾ 1ഉം 2ഉം നിലകൾ വലിയ ബീമിലാണ് നിർത്തിയിരിക്കുന്നത്. കല്ലുകൊണ്ടുള്ള ബീം, അതിനകത്ത് നല്ല അതിമനോഹരമായ കൊത്തുപണികളുമുണ്ട്. ഇത് വളരെ പ്രസിദ്ധമാണ്. 1ാം നിലയിലെ കൊത്തുപണികളുണ്ടല്ലോ, 1ാമത്തെ നിലയിലെ കൊത്തുപണികൾ മഹാഭാരതത്തിലെ സന്ദർഭങ്ങളാണ്. 2ാമത്തെ നിലയിലെ കൊത്തുപണികൾ എന്ന് പറഞ്ഞാൽ രാമായണത്തിൽ നിന്നുള്ള സന്ദർഭങ്ങളാണ്. 1667 അന്നത്തെ മഹാരാജാവായിരുന്ന സിദ്ധി നർസിംഗ് മല്ല, മനസ്സിലായി, 1667 അന്നത്തെ മഹാരാജാവായിരുന്ന സിദ്ധി നർസിംഗ് മല്ലയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് എന്തോ ഒരു ഉൾവിളി പോലെ തോന്നി. അദ്ദേഹം എന്തു ചെയ്തു? ആ ഭാഗ്യവാൻ എന്ന് വേണം പറയുന്നത്. അദ്ദേഹം നോക്കിയപ്പോൾ കാണാം കൊട്ടാരത്തിൻ്റെ വാതിലുണ്ടല്ലോ. അപ്പൊ രാജകൊട്ടാരത്തിൻ്റെ മുന്നിലായിട്ട് 2 പേര് നിൽക്കുന്നത് കണ്ടു. അപ്പൊ അദ്ദേഹം ഒരു ഉൾവിളി പോലെ വന്ന് നോക്കിയപ്പോൾ അതാരാണ്? സാക്ഷാൽ കൃഷ്ണനും രാധയുമാണ് അവിടെ നിൽക്കുന്നത്. രാധാകൃഷ്ണന്മാരവിടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ദർശനം കിട്ടി. എന്ത് ഭാഗ്യവാനാണ് സിദ്ധി നർസിംഗ് മല്ല എന്ന് പറയുന്നത്. 2 പേരും ഒന്നിച്ചു വന്ന് ദർശനം കൊടുത്തു. അദ്ദേഹം വീണ് നമസ്കരിച്ചപ്പോഴേക്കും അവർ അപ്രത്യക്ഷരാവുകയും ചെയ്തു. അപ്പോൾ രാധാറാണിയും കൃഷ്ണനും അവിടെ വന്ന് നിന്നല്ലോ. അതേ സ്ഥലത്തൊരു ക്ഷേത്രം പണിയാൻ അദ്ദേഹം ഉത്തരവിട്ടു. അങ്ങനെയാണ് 3 നിലയുള്ള ഈ ക്ഷേത്രം വന്നത്. ക്ഷേത്രത്തിൻ്റെ 1ാമത്തെ നിലയിലാണ് ശ്രീകൃഷ്ണന്റെ പ്രധാനപ്പെട്ട ശ്രീകോവില്. അതിൻ്റെ ഇരുവശത്തായിട്ട് രാധാറാണിക്കും കോവിലുണ്ട്, രുക്മിണി ദേവിക്കും കോവിലുണ്ടെന്നറിയുക. അപ്പോൾ 1ാമത്തെ നിലയിലാണ് ശ്രീകൃഷ്ണന്റെ പ്രധാനപ്പെട്ട കോവില്. അതിൻ്റെ 2 വശത്തായിട്ട് രാധാറാണിക്കും രുക്മിണിക്കും കോവിലുണ്ട്. 2ാമത്തെ നിലയിൽ പരമശിവന്റെ കോവിലുണ്ട്. 3ാമത്തെ നിലയിൽ അവലോകിതേശ്വരന്റെ കോവിലുണ്ട്. മനസ്സിലായി? അപ്പൊ 2ാമത്തെ നിലയിൽ ശിവഭഗവാന്റെ കോവിലും 3ാമത്തതിൽ അവലോകിതേശ്വരന്റെ കോവിലുമുണ്ട്. ജന്മാഷ്ടമി ദിവസം അവിടെ തീർത്ഥാടക പ്രവാഹമാണ്. അപ്പം ഈ ഒരു ക്ഷേത്രം, അതായത് നേപ്പാളിലെ പട്ടാൻ ദർബാർ സ്ക്വയറിലെ കൃഷ്ണക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു വെടിക്ക് എത്ര പക്ഷിയാണെന്നറിയാമോ? ശ്രീകൃഷ്ണനെ തൊഴാൻ പറ്റും, രുക്മിണി ദേവി രാധാറാണിയെ തൊഴാൻ പറ്റും, രുക്മിണി ദേവിയെ തൊഴാൻ പറ്റും, പരമേശ്വരൻ ശിവനെ തൊഴാൻ പറ്റും, അവലോകിതേശ്വരനെ തൊഴാൻ പറ്റും, ഇത്രയും പേരെ തൊഴാൻ പറ്റും. അപ്പൊ നിങ്ങളത് കുറിച്ചു വെച്ചിട്ടുണ്ടല്ലോ, കുറിച്ചു വെച്ചേരെ. നിങ്ങൾക്ക് തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ പണം എത്ര ഇല്ലെങ്കിലും കൃഷ്ണനും രാധാറാണിയും നിങ്ങളെ അവിടെ കൊണ്ടെത്തിച്ചിരിക്കും. 6ാമത്തെ ക്ഷേത്രം രാധാ മദൻ മോഹൻ ക്ഷേത്രം, വൃന്ദാവനം. അത് നിങ്ങൾക്കറിയായിരിക്കും. രാധാ മദൻ മോഹൻ ക്ഷേത്രം, വൃന്ദാവനം. ഞാൻ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിലായി പറയുന്നത് 1580 ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ പ്രമുഖ ശിഷ്യനായിരുന്ന സനാതൻ ഗോസ്വാമി, ആ സനാതൻ ഗോസ്വാമിയുടെ മേൽനോട്ടത്തില് മുൾട്ടാനിലെ കപൂർ രാംദാസ് ആണ് കാണിഘട്ടിനടുത്തുള്ള ഈ രാധാ മദൻ മോഹൻ ക്ഷേത്രം നിർമ്മിച്ചത്. അതിൻ്റെ മേൽനോട്ടം മൊത്തം വഹിച്ചത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്യനായ സനാതൻ ഗോസ്വാമിയാണ്. ഇതിൻ്റെ മേൽനോട്ടം മുഴുവനും വഹിച്ചത്. കാണിഘട്ടിനടുത്താണ് ഈ ക്ഷേത്രം. പക്ഷേ 16ാം നൂറ്റാണ്ടിൽ ഒരു പെരും ദുഷ്ടനുണ്ട്, മഹാദുഷ്ടൻ. ആരാണ്? ഔറംഗസീബ്. ആ ഔറംഗസീബ് എന്ന് പറയുന്ന ദുഷ്ടൻ വന്ന് ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങളും അവനെല്ലാം തകർത്ത് കളഞ്ഞു. പക്ഷെ ദേവി നേരത്തെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് അവിടെ ഉള്ളവർക്ക് കൊടുത്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ഔറംഗസീബ് വന്ന് തകർക്കുന്നതിന് മുമ്പ് പശ്ചിമ ബംഗാളിലെ തെക്കൻ 24 പർഗാനയിലെ ബഹാറിലെ ജമീന്ദൻ, മനസ്സിലായില്ലേ, ജമീന്ദൻ നന്ദകുമാർ ബോസ്
അദ്ദേഹം വരുന്നതിന് മുമ്പ് ഈ ക്ഷേത്രം ഇതിങ്ങനെ വരും എന്നതിന് മുമ്പ് ഈ ക്ഷേത്രത്തിലെ 3 വിഗ്രഹങ്ങളിൽ 2 എണ്ണം സവായി ജയ്സിംഗ് രണ്ടാമൻ, മനസ്സിലായില്ലേ, സവായി ജയ്സിംഗ് രണ്ടാമൻ രാജാവും 1 എണ്ണം ഗോപാൽ സിംഗ് രാജാവും അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു. മാറ്റി നേരെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി? ജയ്പൂരിലേക്കും രാജസ്ഥാനിലെ കൗരൂരിലേക്കും മാറ്റിക്കഴിഞ്ഞു. അപ്പൊ ഔറംഗസീബിന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നേരത്തെ തന്നെ സ്വപ്ന ദർശനത്തിലൂടെ കൃഷ്ണനും രാധാറാണിയും നൽകിയത് കൊണ്ട് എന്തു ചെയ്തു? ഇവരുടെ ആക്രമണത്തിൽ നിന്ന് വിഗ്രഹത്തെ രക്ഷിക്കാൻ വേണ്ടി സവായി ജയ്സിംഗ് രണ്ടാമൻ രാജാവ് ഇല്ലേ, അദ്ദേഹം 1 എണ്ണം 1 വിഗ്രഹവും ഗോപാൽ സിംഗ് രാജാവ് ഇവര് 2 പേരും ഈ വിഗ്രഹത്തെ എന്ത് ചെയ്തു? 3 വിഗ്രഹങ്ങളിൽ 2 എണ്ണം സവായി ജയ്സിംഗും 1 എണ്ണം ഗോപാൽ സിംഗും കൊണ്ടുപോയി ജയ്പൂരിലും കൗരോളിലുമൊക്കെ സൂക്ഷിച്ചു. ഔറംഗസീബ് തകർത്ത ഈ ക്ഷേത്രം പിന്നീട് പശ്ചിമ ബംഗാളിലെ തെക്കൻ 24 പർഗാനയിലെ ബംഗാളിലെ ജമീന്ദാർ നന്ദകുമാർ ബോസാണ് പുനർനിർമ്മിച്ചത്. അദ്ദേഹമാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത്. ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി നമുക്ക് 7ാമത്തെ ക്ഷേത്രത്തിലേക്ക് വരാം. അത് മറ്റൊന്നുമല്ല, ശ്രീ രാധാറാണി മാനസ സരോവര ക്ഷേത്രം. ശ്രീ രാധാറാണി മാനസ സരോവര ക്ഷേത്രം വൃന്ദാവനത്തിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് ശ്രീ രാധാറാണി മാനസ സരോവര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും പറയാമോ? ഈ വൃന്ദാവനത്തിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള ശ്രീ രാധാറാണി മാനസ സരോവര ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നിങ്ങൾ ഈ പലരും വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവരാണല്ലോ. ആർക്കെങ്കിലും പറയാമോ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കേ. കറക്റ്റ് ഉത്തരം കിട്ടിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണേ, ഞാൻ പറഞ്ഞു തരാം. ഈ ക്ഷേത്രത്തിൽ രാധാറാണിയെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ, വേറെ ആരെയും ആരാധിക്കുന്നില്ല. സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും ആരെങ്കിലുമൊക്കെ ഉപദേവന്മാരും ദേവതകളും ഒക്കെ കാണും. പക്ഷേ ശ്രീ രാധാറാണി മാനസ സരോവര ക്ഷേത്രത്തിൽ രാധാറാണിയെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ എന്നതാണ് അവിടുത്തെ പ്രത്യേകത. ശരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നമ്മുടെ രാസലീലയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. രാസലീല നടക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ഓരോ ഗോപികമാരോടും, അതായത് എത്ര ഗോപികയുണ്ടോ അത്രയും കൃഷ്ണനുണ്ടായി. അപ്പോൾ ഓരോ ഗോപികമാരോടൊത്തും ഓരോ കൃഷ്ണൻ നിന്ന് രാസലീല ആടുന്ന അത്ഭുത ദൃശ്യം അല്ലേ. ഇപ്പോൾ 10 വയസ്സുള്ള ബാലികയുടെ അടുത്ത് 10 വയസ്സുള്ള ബാലനായി മാറി, തരുണീമണികളെടുത്ത് അങ്ങനായി മാറി, അല്പം പ്രായം ചെന്നവരെടുത്ത് കൃഷ്ണൻ അങ്ങനായി മാറി. അങ്ങനെ സകല ഗോപികമാരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് രാസലീല ആടിയ സമയത്ത് രാധാറാണിയെ സംബന്ധിച്ചിടത്തോളം രാധാറാണിക്ക് ആ സമയത്തല്ല എപ്പോഴും ഒരു തോന്നലുണ്ട്, കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടത് താനാണ്, താൻ കഴിഞ്ഞേ ഉള്ളൂ മറ്റാരും, എനിക്ക് വേണ്ടി കൃഷ്ണൻ എന്തും ചെയ്യാൻ തയ്യാറാകും. ഇങ്ങനൊരു ചിന്ത രാധാറാണിക്കൊണ്ട് ആ രാസലീല സമയത്തും രാധാറാണി ഇങ്ങനെ ചിന്തിച്ചു. ആ സമയത്ത് കൃഷ്ണൻ പെട്ടെന്ന് രാധാറാണിയെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പം രാധാറാണിക്ക് കൃഷ്ണൻ്റെ സ്നേഹം ഒന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി. അപ്പം രാധാറാണി പറഞ്ഞു, കൃഷ്ണ, നീ എന്നെ നിന്റെ ചുമലിൽ ഇരുത്തുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അതിനെന്താ, നിന്നെ ഞാൻ എൻ്റെ ചുമലിൽ ഇരുത്തുമല്ലോ. അങ്ങനെ കൃഷ്ണൻ രാധാറാണിയോട് ചുമലിലിരിക്കാൻ പറഞ്ഞു. രാധാറാണി കൃഷ്ണന്റെ ചുമലിലോട്ട് ഇരിക്കാൻ പോയതും കൃഷ്ണനങ്ങ് അപ്രത്യക്ഷമായി മാറി. കൃഷ്ണനെ പിന്നെ കാണാനേ ഇല്ല. അതോടുകൂടി രാധാറാണിക്ക് സങ്കടമായി. വേർപാടിൻ്റെ വേദന സഹിക്കാൻ വയ്യാതെ രാധാറാണി കരഞ്ഞു. ആ രാധാറാണിയുടെ കണ്ണുനീർ വീണുണ്ടായതാണ് മാനസ സരോവര തടാകം. ആ മാനസ സരോവർ തടാകം രാധാറാണിയുടെ കൃഷ്ണനെ കാണാഞ്ഞ് രാധാറാണി കരയുകയും അങ്ങനെ രാധാറാണിയുടെ കണ്ണുനീർ വീണ് ഉണ്ടായതാണ് മാനസ സരോവർ തടാകം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഐതിഹ്യവും കൂടെ ഉണ്ട് കൃഷ്ണനോട്. അതായത് മറ്റൊരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ
രാധാറാണിക്ക് വേണ്ടി, രാധാറാണിയുടെ ദാഹം തീർക്കാൻ വേണ്ടി കൃഷ്ണൻ പുല്ലാങ്കുഴലെടുത്ത് ഊതുകയും ആ കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ ശബ്ദത്തിൽ ഒരു നദി ജനിക്കുകയും ചെയ്തു. അതാണ് മാനസ സരോവരം എന്ന് മറ്റൊരു ഐതിഹ്യവും കൂടെ ഉണ്ട്. ഇനി വേറൊരു ഐതിഹ്യവും കൂടെ ഇതിനകത്തുണ്ട്. ഈ ക്ഷേത്രം, അതായത് ശ്രീ രാധാറാണി മാനസ സരോവര ക്ഷേത്രത്തിലെ മാനസ സരോവര തടാകത്തെക്കുറിച്ചുള്ള രണ്ട് അഭിപ്രായം കേട്ടു. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഇനി മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത്, രാധാറാണിക്ക് കൃഷ്ണനോട് വല്ലാത്ത ദേഷ്യം തോന്നിയിട്ട് രാധാറാണി കൃഷ്ണന്റെ കൂടെ പിണങ്ങി ഈ കാട്ടിൽ വന്നു. കൃഷ്ണനാകട്ടെ രാധാറാണിയെ കാണാതെ തിരക്കി നടക്കുകയാണ്. കൃഷ്ണനും അങ്ങ് വലഞ്ഞു. കൃഷ്ണൻ സങ്കടം കൊണ്ട് രാധേ നീ എവിടെ, എന്നോട് ദേഷ്യപ്പെടരുതേ, ഞാൻ എന്തെങ്കിലും അറിയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതൊക്കെ ക്ഷമിക്കണേ രാധേ എന്ന് പറഞ്ഞ് ഹൃദയം തകർന്ന് കൃഷ്ണനും നടന്നു. അങ്ങനെ നിരവധി ദിവസം കൃഷ്ണൻ ഇങ്ങനെ രാധാറാണിയെ തിരക്കി നടന്ന് ഒടുവിൽ ഈ കാട്ടിൽ കണ്ടെത്തി. അതാണ് മാനസ സരോവർ ക്ഷേത്രം എന്ന് ഒരു ഐതിഹ്യം. ഒന്ന്, രാധാറാണി ചുമരിലോട്ട് ഇരിക്കാൻ പോയപ്പോൾ കൃഷ്ണൻ അപ്രത്യക്ഷമായി. അപ്പൊ ആ സ്ഥലത്താണ് ക്ഷേത്രം. രണ്ടാമത്തത്, ഇങ്ങനെ കണ്ടെത്തി, രാധാറാണി പിണങ്ങിപ്പോയപ്പോൾ കൃഷ്ണൻ വന്ന് ആ രാധാറാണിയെ അന്വേഷിക്കുകയും ഒടുവിൽ കണ്ടെത്തുകയും ചെയ്തു എന്നത്. ഇവിടെ എല്ലാ മാസവും പൂർണിമയിലാണ് വിശേഷം. എല്ലാ മാസവും പൂർണിമയിൽ ആളുകൾ ഇവിടെ എത്തി ദർശനമെല്ലാം പൂർത്തിയാക്കി കഴിയുമ്പോൾ രാധാറാണി അവരെ അനുഗ്രഹിക്കുമെന്നും ഈ പൂർണിമയിൽ ഈ കാട്ടിൽ മാനസ സരോവർ ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാവർക്കും ഹൃദയത്തിനൊരു വല്ലാത്ത തണുപ്പ് അനുഭവപ്പെടുമെന്നും സംസാര ദുഃഖങ്ങൾ അവരെ പിന്നെ അലട്ടാറില്ലെന്നും ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഏഴാമത്തെ ക്ഷേത്രം മനസ്സിലായല്ലോ, കുറിച്ചു വെച്ചല്ലോ, ശ്രീ രാധാറാണി മാനസ സരോവര ക്ഷേത്രം. എട്ടാമത്തത് നിങ്ങൾക്കെല്ലാം അറിയാം, തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കുളത്തിന്റെ നേരെ എതിർവശത്ത് കാണുന്ന രാധാറാണിയുടെ ക്ഷേത്രമാണ്. അപ്പൊ രാധാറാണിയുടെ ക്ഷേത്രം എന്ന നിലയിൽ പലരും അഞ്ചലുള്ള ഒരു ക്ഷേത്രത്തെക്കുറിച്ച് വീഡിയോ ഇറക്കാറുണ്ട്. മനസ്സിലായില്ലേ? പല പ്രമുഖരും അഞ്ചലുള്ള ഒരു ക്ഷേത്രം, അത് രാധാറാണിയുടെ ക്ഷേത്രം എന്ന പേര് ഇറക്കാറുണ്ട്. അത് രാധാറാണിയല്ല, രാധാകൃഷ്ണ ക്ഷേത്രമാണ്. അത് രാധാകൃഷ്ണ ക്ഷേത്രമാണ്. സൗത്ത് ഇന്ത്യയിൽ രാധാറാണിയുടെ പ്രത്യേകമായ ഈ ക്ഷേത്രം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കുളത്തിന്റെ എതിർവശത്തുള്ള അഭേദാനന്ദ ആശ്രമമാണ്. അവിടുത്തെ രാധാറാണിയുടെ പ്രതിമയൊന്ന് കാണണം നിങ്ങൾ, കേട്ടോ. എന്തുവാണ് എൻ്റെ ഭഗവാനെ, നല്ല രാജസ്ഥാൻ വെള്ള മാർബിള്, എന്തൊരു ഭംഗിയാണ് അമ്മയ്ക്ക്, എന്തൊരു ഭംഗി. സത്യം പറയട്ടെ, ഞാൻ നോർത്ത് ഇന്ത്യയിലും ഒക്കെ വന്ന് രാധാറാണിയുടെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്, രാധാറാണിയുടെ വിഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പകുതിയുടെ പകുതി സൗന്ദര്യം അതിനില്ല. പിന്നെ ഇസ്കോണിൻ്റെ ക്ഷേത്രത്തിലാണെങ്കിൽ എനിക്ക് രാധാറാണിയെ കാണുമ്പോൾ വലിയ സങ്കടം വരും, കേട്ടോ. നിങ്ങൾ ഇസ്കോണിൻ്റെ ക്ഷേത്രത്തിലെ രാധാറാണിയുടെ ആ രൂപം കണ്ടിട്ടില്ലേ? അത് എന്തുവാ ചെയ്തു വെച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല. അതിനൊരു ചന്തം നമുക്കങ്ങനെ ഫീൽ ചെയ്യാറില്ല. ഒരു പ്രത്യേക രീതിയിലൊക്കെ വെച്ച് കണ്ണൊക്കെ ആയി ആ ഒരു ചന്തമില്ല. അത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അഭേദാനന്ദാശ്രമത്തിൽ വന്ന് രാധാറാണിയുടെ ആ വിഗ്രഹം ഒന്ന് കാണണം. നല്ല വെളുത്ത്, എന്തൊരു സുന്ദരി അമ്മ, സാരിയൊക്കെ ചുറ്റി അങ്ങനെ ഇരിക്കുന്നത് കണ്ടാലുണ്ടല്ലോ, ദണ്ഡ നമസ്കാരം ചെയ്താൽ നമുക്ക് പിന്നെ എഴുന്നേക്കാൻ തോന്നത്തില്ല. കാരണം അത്രയ്ക്ക് ജ്വലിക്കുന്ന സൗന്ദര്യം. ഇങ്ങനെ സൗന്ദര്യമുള്ള ഒരു പ്രതിമ ഞാൻ ഈ പറഞ്ഞ ഒരു ക്ഷേത്രത്തിലും കണ്ടിട്ടില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് 7 or 8 ക്ഷേത്രങ്ങളിൽ പറഞ്ഞു തന്നു. ഈ ഒരു ക്ഷേത്രത്തിലും അഭേദാനന്ദ ആശ്രമത്തിലെ രാധാറാണിക്കുള്ള സൗന്ദര്യം നിങ്ങൾക്ക് ഇവിടെ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്ന സത്യം അറിയുക. അവിടെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, കൃഷ്ണനും രാധയും ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. രാധാറാണിയുടെ എതിർവശത്ത് കൃഷ്ണന്റെ ബാലരൂപമാണുള്ളത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണന്റെ ബാലരൂപമാണുള്ളത്. പിന്നെ അവിടെ അത് കൂടാതെ ഗണപതിയുണ്ട്, ഹനുമാനുണ്ട്, എല്ലാവരും ഉണ്ട്, കുറച്ച് ഉപദേവതകളെല്ലാം ഉണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 24 മണിക്കൂറും ഓരോ സ്വാമിമാര് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതിന് മന്ത്രമണ്ഡപം എന്ന് പറയും. അവിടെ മന്ത്രജപത്തിന് മാത്രമാണ്, നിശബ്ദതയാണ്.
24 മണിക്കൂറും ഹരേ രാമ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മന്ത്രമണ്ഡപത്തിൽ കയറിയാൽ അസാധാരണമായ ഒരു വൈബ്രേഷനാണ്. ഇത് നിങ്ങൾക്ക് മറ്റൊരു ക്ഷേത്രത്തിൽ നിന്നും കിട്ടത്തില്ല. അപ്പോൾ വൃന്ദാവനത്തിൽ നമ്മൾ രാധാജിയുടെ പാദങ്ങൾ പതിഞ്ഞ മണ്ണെന്ന നിലയിലാണ് നമുക്ക് ഇത്രയും വൈകാരികത. പക്ഷെ കാണാൻ ഭംഗിയുള്ള രാധാറാണി അഭേദാനന്ദ ആശ്രമത്തിൽ തന്നെ ഇപ്പം ഞാൻ 8 ക്ഷേത്രങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. രാധാറാണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. അല്ലാതെ നിരവധി കൊച്ചു ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളൊക്കെ കാണാൻ രാധേ രാധേ ചാനലിലെ ഓരോരുത്തർക്കും ഭാഗ്യമുണ്ടാകട്ടെ. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ, ഞാൻ എങ്ങനെ നേപ്പാളിലും ഇവിടെയൊക്കെ പോകുമെന്ന് നിങ്ങൾ കരുതണ്ട. രാധാറാണിയുടെ കരുണ ഉണ്ടെങ്കിൽ ഏത് ദരിദ്രനും ഈ 8 ക്ഷേത്രത്തിലെത്തും. രാധാറാണിയുടെ കരുണ ഇല്ലെങ്കിൽ ഒരു ധനികനും അവിടെ എത്തിച്ചേരുകയില്ല. അപ്പോൾ ഈ 8 ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ആദ്യം വേണ്ടത് രാധാറാണിയുടെ കരുണയാണെന്നറിയുക. അപ്പോൾ ഈ എപ്പിസോഡ് ഞാൻ എൻ്റെ രാധാറാണിയുടെ ക്ഷേത്രത്തെക്കുറിച്ച് ഉള്ള വിവരണമായി മാറ്റുകയാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ നിരന്തരമായ ആവശ്യമാണ് ഞാൻ നിറവേറ്റി തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്നു മുതൽ മനസ്സിൽ തയ്യാറെടുപ്പ് നടത്തുക. ഈ 8 രാധാറാണി ക്ഷേത്രത്തിലും പോയി എനിക്ക് രാധാറാണിയെ സന്ദർശിച്ചേ മതിയാകൂ. അതിന് രാധാറാണി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രസേശ്വരി രാധികായേ സ്വാഹാം.